കിരീടമർഹിക്കുന്ന തൊഴിൽ. പൊൻപണിക്കാരനോട് രാജാവ് പറഞ്ഞു, എനിക്ക് നീ ഒരു പൊൻകിരീടം നിർമ്മിച്ചു തരണം. കൂടുതൽ വൈകാൻ പാടില്ല. പൊൻപണിക്കാരൻ ചോദിച്ചു, എന്തിനാണ് ഇപ്പോൾ ഒരു കിരീടം? രാജാവിനു അണിയാൻ തന്നെയാണോ? അല്ല, നമ്മുടെ രാജ്യത്ത് ഏറ്റവും മഹത്തായ കർമ്മം ചെയ്ത വ്യക്തിക്കുള്ള സമ്മാനമായി നൽകാനാണ്. കൽപ്പന മാനിച്ച് പൊൻപണിക്കാരൻ കിരീട നിർമ്മാണത്തിൽ ഏർപ്പെട്ടു. ദിവസങ്ങൾക്കകം കിരീടം തയ്യാറായി. ഒന്നാം തരം കിരീടം. വൈകാതെ രാജാവിൻ്റെ പ്രഖ്യാപനം വന്നു. ഏറ്റവും മഹത്തായ കർമ്മം ചെയ്തവരോ ചെയ്യുന്നവരോ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വർണ്ണ കിരീടമാണു സമ്മാനം. പ്രഖ്യാപനം കേട്ടയുടൻ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നോ ആളുകൾ എത്തിത്തുടങ്ങി. കൊട്ടാര പരിസരം ജനനിബിഡം. കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ട്, കലാകാരന്മാരും നേതാക്കളുമുണ്ട്. സാമൂഹിക പ്രവർത്തകരും വൈദ്യന്മാരും കർഷകരുമുണ്ട്. താൻ തിരഞ്ഞെടുക്കപ്പെടണമേ എന്നാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥന. രാജാവ് ഓരോരുത്തരെയും വേദിയിലേക്ക് വിളിച്ചു. അവരവർ ചെയ്യുന്ന കർമ്മത്തെ പരിചയപ്പെടുത്താൻ കൽപ്പിച്ചു. ചിത്രകാരൻ താൻ വരച്ച ഏറ്റവും മനോഹരമായ ചിത്രവുമായാണ് വേദിയിലേക്ക് വന്നത്. ആദ്യം രാജാവിനും പിന്നെ സദസ്സിനും അത് കാണിച്ചു കൊടുത്തു. അതിൻ്റെ പോരിശ പറയാൻ തുടങ്ങി. ശേഷം വന്നത് ചിത്രകാരൻ്റെ സമീപമുണ്ടായിരുന്ന പണ്ഡിതനായിരുന്നു. അദ്ദേഹം താൻ എഴുതിയ കനപ്പെട്ട ഗ്രന്ഥം കയ്യിൽ പിടിച്ചു പറഞ്ഞു, നിരവധി ആളുകൾക്ക് വഴികാട്ടിയായ പുസ്തകമാണിത്. ഇന്നും ചൂടപ്പം പോലെ ഇത് വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് വേദിയിലെത്തിയത് ഗായകനാണ്. അതിമനോഹരമായ രീതിയിൽ അദ്ദേഹം ഗാനമാലപിക്കാൻ തുടങ്ങി. അത് കേട്ട് രാജാവും സദസ്സും ഒരുപോലെ കൈയടിച്ചു. ചിത്രകാരൻ്റെയും പണ്ഡിതൻ്റെയും ഗായകൻ്റെയും തൊട്ടടുത്തു തന്നെ സാധുവായ വൃദ്ധ ഇരിക്കുന്നുണ്ടായിരുന്നു. രാജാവ് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവർ പറഞ്ഞു, പ്രഭോ, ഞാൻ മത്സരത്തിന് വന്നതല്ല. ഈ 3 പേരുടെയും മാതാവാണ് ഞാൻ. ഇവരെ വളർത്തു വലുതാക്കിയത് ഞാനാണ്. ഇവരിൽ ആരാണോ കിരീടം വാങ്ങുന്നത് എന്നു കാണാൻ വന്നതാണ്. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. പിന്നെ അവിടെ തടിച്ചുകൂടിയ പുരുഷാരത്തെ മുഴുവൻ സാക്ഷി നിർത്തി ഒരു പ്രഖ്യാപനം. മത്സരം അവസാനിച്ചിരിക്കുന്നു. ജനം അന്തിച്ചുപോയി. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. രാജാവ് തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, ആൺകുട്ടികളെ നിർമ്മിച്ച ഈ വൃദ്ധയുടെ ശിരസിൽ കിരീടം ചാർത്തുക. മരണമുഖത്ത് നിന്ന് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതല്ല ഏറ്റവും മഹത്തായ കർമ്മം. ദരിദ്ര നാരായണന്മാരായി ജീവിക്കുന്ന ആളുകൾക്കു കോടികളുടെ സംഭാവന നൽകലുമല്ല മഹത്തായ കർമ്മം. അത്ഭുതാവഹമായ കണ്ടുപിടുത്തങ്ങൾ നടത്തലും ഏറ്റവും മഹത്തായ കർമ്മത്തിൽപ്പെടില്ല. ഭൂമിയിലേക്ക് പിറന്നു വീണ കുഞ്ഞിനെ മികച്ച ഒരു മനുഷ്യനാക്കി പരിവർത്തിപ്പിക്കലാണ് ഏറ്റവും മഹത്തായ കർമ്മം. കഥയുടെ പാഠം.